ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ നല്ല സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഒരുമിച്ച് കഴിയുന്നതിനെയാണ് ഹാർമണി എന്ന് പറയാം. അപ്പോൾ ഇൻ ഹാർമണി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ടുഗെദർ, ലിവ് ടുഗെദർ ഹാപ്പിലി ആൻഡ് പീസ്ഫുള്ളി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നല്ലൊരു പേരാണ് യൂണിറ്റിനുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഫസ്റ്റ് നമുക്കൊരു ചിത്രം കാണാം. ലുക്ക് അറ്റ് ദ പിക്ചർ. There is a tree and there is a mother crow and there is a nest on the branch of the tree and there is some chicks, 1 2 3 3 chicks, and under the tree you can see a dog and 4 puppies. Here we can see they are living together in happily and peacefully. Look at their face, they are happy. And there is a quote of Mahatma Gandhi there. Happiness is when what you think, what you say and what you do are in harmony. നമുക്ക് സന്തോഷം കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കുകയും ഒരുമിച്ച് പറയുകയും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുക എന്നാണ് മഹാത്മാഗാന്ധി ഇവിടെ പറയുന്നത്. Curtain raiser. Here is an image for you. Who are hidden in this picture? ഈ ചിത്രത്തിൽ ആരാണ് ഒളിച്ചിരിക്കുന്നത്? Find out, കണ്ടെത്തൂ, and color them. എന്നിട്ട് അതിന് കളർ കൊടുക്കാം. Let's find out. Yes, there is a dog. There is a bird. I think it is a crow. Yes. Then there is a squirrel. There is a butterfly. And yes, you find out and color. It is the activity for you. Do it. Okay? Here is a beautiful story about a puppy. Let's move on to the story. Rocky the puppy. റോക്കി എന്ന നായ്ക്കുട്ടി. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന നായ്ക്കുട്ടി ഒരു മരത്തിൻ്റെ താഴെ റെസ്റ്റ് ചെയ്യായിരുന്നു. ഹിയർ ഈസ് എ ബിഗ് ട്രീ ആൻഡ് ദിസ് ഇസ് റോക്കി. ഹി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. അവന് ഒരു മരത്തിൻ്റെ താഴെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. എന്തുകൊണ്ടാണ് റെസ്റ്റ് എടുക്കുന്നത്? അവൻ എന്താണ്, നല്ല വിഭവസമൃദ്ധമായ ഒരു മീൽ, സദ്യ കഴിച്ച് ഇങ്ങനെ ക്ഷീണം കൊണ്ട് അല്ലേ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമ്മൾ കുറച്ചൊരു മന്ദത എന്ന് പറയും അല്ലേ, നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം വരും, പിന്നെ എന്താണ് കുറച്ച് ടയേർഡാവും നമ്മൾ. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നും, ഉറങ്ങാൻ തോന്നും. അപ്പോൾ റോക്കി അങ്ങനെ ഒരു മൂഡിലായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് കുറച്ച് സമയം മുമ്പേ നല്ലൊരു സദ്യ കഴിച്ച് അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് അവൻ ഇങ്ങനെ ഉറങ്ങാനായി നിൽക്കുകയായിരുന്നു. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. ആ സമയത്താണ് കുറച്ച് തുമ്പികൾ ഇങ്ങനെ വന്നിട്ട് അവൻ്റെ ഹെഡിന് ചുറ്റും, അറൗണ്ട് ഹിസ് ഹെഡ്, അവൻ്റെ ഹെഡിന് ചുറ്റും ഇങ്ങനെ ബസ് സൗണ്ട്, ബീസിൻ്റെ സൗണ്ടാണ് ബസ് എന്നാക്കിയിട്ടാണ് അത് ശബ്ദം ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആർക്കായാലും ദേഷ്യം വരും അല്ലേ, എത്ര ക്ഷമയുള്ള ആൾക്കാണെങ്കിലും ദേഷ്യം വരും. ഇങ്ങനെ ഉറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മളെ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ കൊതുകോ അല്ലെങ്കിൽ ഒരു തുമ്പിയോ ഇങ്ങനെ ഒച്ചയാക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരില്ലേ. അപ്പോൾ പപ്പി പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ, എന്നെ ശല്യപ്പെടുത്തല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണുകൾ മെല്ലെ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. മെല്ലെ അവൻ ഉറങ്ങാൻ തുടങ്ങി. ഹി ഫെൽ, ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നൊക്കെ പറയില്ലേ. ഹി ഫെൽ അസ്ലീപ്. എ ക്രോ വാസ് വാച്ചിങ് എവ്രിതിങ്. ഈ ഒരു സംഭവം എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. ഈ കാക്ക എന്ത് ചെയ്തു, ഈ ബീസിൻ്റെ പിറകെ ഇങ്ങനെ പറന്നു. ഇത് കേട്ടിട്ട് റോക്കി ഉണർന്നു. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക, വോക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണർന്നു. ഡോണ്ട് അനോയ് മീ ഹി സെറ്റ്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. ഡോണ്ട് അനോയ് മീ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഹി സെറ്റ്, അവൻ പറഞ്ഞു. വാട്ട് വിൽ റോക്കി ഡു? ഈ വില്ല് വന്ന എന്താ അർത്ഥം? ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലേ. ഫ്യൂച്ചർ എന്നാണ്. എന്തായിരിക്കും റോക്കി ഇനി ചെയ്യുക? റോക്കി ഇനി എന്ത് ചെയ്യും? വാട്ട് വിൽ റോക്കി ഡു? റോക്കി ഇനി എന്ത് ചെയ്യും? ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ചേസ്. അങ്ങനെ റോക്കിൻ്റെ ഉറക്കെല്ലാം പോയി അല്ലേ, അവൻ എഴുന്നേറ്റിങ്ങനെ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് മുഖത്തല്ലേ. ആ സമയത്ത് റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്യൂറൽ. ഒരു ക്യാറ്റ് ഒരു സ്ക്യൂറൽ, ഒരു അണ്ണാനെ ഇങ്ങനെ പായിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതാര് കണ്ടു? റോക്കി കണ്ടു. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്യൂറൽ. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പോൾ റോക്കി കുറച്ച് തമാശ കളിച്ചാലോ? ഹാവിങ് സം ഫൺ. ഹി ചേസ്ഡ് ദ ക്യാറ്റ്. റോക്കി എന്ത് ചെയ്തു? ക്യാറ്റിനെ ചേസ് ചെയ്തു.
പിന്നാലെ ഓടിക്കില്ലേ, അങ്ങനെ ഓടിക്കാൻ തുടങ്ങി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ, ദ ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. അപ്പോൾ റോക്കി ക്യാറ്റിനെ പായിക്കുന്ന സമയത്ത് ക്യാറ്റിന് ദേഷ്യം വന്നു. ലെറ്റ് മീ, ലീവ് മീ, എന്നെ വിട്, എനിക്ക് ആ സ്ക്യൂരലിനെ ക്യാച്ച് പിടിക്കണം. ഇങ്ങനെ ക്യാറ്റ് എന്ത് ചെയ്ത്, ഇങ്ങനെ ക്യാറ്റിൻ്റെ ഒരു ഇങ്ങനെ പാമ്പ് ചീറ്റുന്നതൊക്കെ ക്യാറ്റ് ഇങ്ങനെ ചീറ്റയില്ലേ, അതുപോലെ ഇങ്ങനെ ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ ചീറ്റുക. റോക്കിക്ക് നേരെ ഇങ്ങനെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു, എന്നെ വെറുതെ വിട്, എനിക്ക് ആ അണ്ണാനെ പിടിക്കണം. ബൈ ദെൻ ദ സ്ക്യൂരൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. ഇങ്ങനെ ഓടി ഓടി സ്ക്യൂരൽ എന്ത് ചെയ്തു, മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ചിൽ ചിൽ ചിൽ. അണ്ണാൻ എന്ത് ചെയ്തു, ക്യാറ്റിനെ നോക്കിയിട്ട് പരിഹസിച്ചു. എന്നെ പിടിക്കാൻ പറ്റൂലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ, മോക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. ക്യാറ്റിനെ നോക്കി പരിഹസിച്ചു. ദ ക്യാറ്റ് ആൾസോ ക്ലൈംബ്ഡ് അപ്പ്. പൂച്ച എന്താ വെറുതെ വിടുവോ അല്ലേ, പൂച്ചക്ക് മരത്തിൽ കയറാൻ അറിയാം. അപ്പോൾ എന്തായിരുന്നു, ക്യാറ്റ് മരത്തിൽ കയറാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി എന്ത് ചെയ്തു, താഴെ നിന്നുകൊണ്ട് ക്യാറ്റിനെ നോക്കി. What will the cat say to Rocky? ക്യാറ്റ് റോക്കി നോക്കി എന്തായിരിക്കും പറയുക? The caring crow. The squirrel disappeared among the leaves. സ്ക്യൂറൽ എന്ത് ചെയ്തു, നേരെ മരത്തിൻ്റെ മുകളിലേക്ക് പോയിട്ട് മരത്തിൻ്റെ ഇലകൾക്കിടയിൽ അപ്രത്യക്ഷനായി, ഒളിച്ചിട്ടുണ്ടാവും അല്ലേ. ദ ക്യാറ്റ് ലുക്ക്ഡ് ഡൗൺ. ക്യാറ്റ് താഴേക്ക് നോക്കി, ലുക്ക്ഡ് നോക്കി, താഴേക്ക് നോക്കി, ലുക്ക്ഡ് ഡൗൺ. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ കണ്ടത്, ഹി സോ, അവൻ കണ്ടു, റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കി മരത്തിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കണ്ടു. ദ ക്യാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. അപ്പോൾ റോക്കി ക്യാറ്റിനെ പിടിക്കാനല്ലേ കയറുന്നത്, അത് കണ്ടിട്ട് ക്യാറ്റ് വേഗം താഴേക്ക് ചാടി. ജംപ്ഡ് ഡൗൺ, താഴേക്ക് ചാടി. ആൻഡ് എസ്കേപ്ഡ്, രക്ഷപ്പെട്ടു. എസ്കേപ്ഡ്, രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്. അതാര് കണ്ടു, കാക്ക കണ്ടു. ദ ക്രോ സോ ഇറ്റ്. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. ആ കാക്കയുടെ നെസ്റ്റ്, കൂട് ആ മരത്തിൻ്റെ മുകളിലായിരുന്നു. ഓൺ ദാറ്റ് ട്രീ, ഓൺ ദ ട്രീ, മുകളിൽ, ഓൺ ദാറ്റ് ട്രീ. ആ കാക്കയുടെ നെസ്റ്റ് ആ മരത്തിന് മുകളിലായിരുന്നു. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. ആ കാക്കയുടെ, നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ടിരുന്നല്ലേ, ആ കാക്കയുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട് കുഞ്ഞുങ്ങൾ. ഷി വാസ് അഫ്രൈഡ്. കാക്ക എന്ത് ചെയ്തു, വളരെ പേടിച്ചു. ഷി സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. ഈ നായ എങ്ങാനും മുകളിലേക്ക് കയറിയിട്ട് തൻ്റെ ചിക്സിനെ പിടിക്കുമെന്ന് ഭയപ്പെട്ടു. അതുകൊണ്ട് ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. റോക്കിയുടെ ചുറ്റും പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ഇപ്പോൾ ഒരു ഇങ്ങനെ നിന്നുകൊണ്ടാ, രണ്ട് കാലുകൾ പൊക്കി, രണ്ട് കാലിങ്ങനെ നിന്നു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്താണ് അടുത്തതായിട്ട് സംഭവിക്കുക നോക്കാം. ഹംഗ്രി ക്രോ. റോക്കി വാക്ക്ഡ് ബാക്ക്. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. റോക്കി തിരിച്ച് നടന്നു. ഓൺ ദ വേ, പോകുന്ന വഴിയിൽ, ഹി ഗോട്ട് എ ബോൺ, ഒരു എല്ലിൻ കഷ്ണം കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ചൂയിങ് ഇറ്റ്. അവൻ ഒരു പുൽത്തകിടിയിൽ, പുല്ലിൽ ഇരുന്നു. സാറ്റ്, ഇരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ചൂയിങ് ഇറ്റ്, അത് കഴിക്കാൻ തുടങ്ങി, ചവച്ച് കഴിക്കാൻ തുടങ്ങി. വാവ്, മഞ്ചി, വൂഷ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. എന്തൊരു ടേസ്റ്റ് എന്ന് പറയില്ലേ, സോ യമ്മി എന്നെല്ലാം പറയില്ല, അതുപോലെ ഇവൻ പറയാണ്, ഓ മഞ്ചി, വൂഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ്. അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ അടക്കില്ലേ, അതുപോലെ അവനിങ്ങനെ അടച്ചുകൊണ്ട് കഴിക്കുകയാണ്. ആ സമയത്ത് ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. ഈ റോക്കി ഈ ഇറച്ചി കഷ്ണം ഇങ്ങനെ, എല്ലിൻ കഷ്ണം ഇങ്ങനെ കടിക്കുന്നത് ആര് നോക്കുന്നുണ്ട്, നമ്മുടെ കാക്ക ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. അവളും ഭയങ്കര വിശന്നിരിക്കുകയായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അവേ. അവൾ എന്ത് ചെയ്തു, ഈ റോക്കിയുടെ കയ്യിലുള്ള എല്ലിൻ കഷ്ണം തട്ടിപ്പറച്ചിട്ട് പറന്നുപോയി. ഓ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്. എന്തൊരു കുസൃതിയായ കാക്കയാണ്, കള്ളക്കാക്കെ, കുറുമ്പിക്കാക്ക എന്നൊക്കെ പറഞ്ഞ് റോക്കി ബാർക്ക്ഡ്. റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവനൊന്നും തിരിഞ്ഞില്ല. എന്തുകൊണ്ടാ, അവന് പറക്കാനാവില്ലല്ലോ, കാക്ക പറന്നു പോയില്ലേ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അവനൊന്നും മനസ്സിലായില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം. അവൻ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചാടി പിടിക്കാനൊക്കെ കുറേ സമയം നോക്കി, സെവറൽ ടൈംസ്, കുറേ തവണ നോക്കി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. അവൻ എന്ത് ചെയ്തു, മണ്ണിലിങ്ങനെ മാന്തി, മണ്ണിലിങ്ങനെ പരങ്ങി, റോൾഡ്. സ്ലോലി ഹി കാംഡ് ഡൗൺ. ഒന്നും ചെയ്യാൻ പറ്റൂല, പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ അവൻ എന്തായി, കാമായി, കൂളായി. റോക്കി ബാർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? എന്തുകൊണ്ടാണ് റോക്കി മുകളിലേക്കും താഴേക്കും പലതവണ ചാടിയത്? എന്തുകൊണ്ടാണ്? ടു ക്യാച്ച് ദ ക്രോ.
പാരഗ്രാഫ്. ദ ഹെവി റെയിൻ സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. പെട്ടെന്ന് നല്ല ബ്ലൂ നീലാകാശം ഉണ്ടായ സ്കൈ എന്ത് ചെയ്തു? ഗ്രൂ ഡാർക്ക്, നല്ല ഇരുട്ടായി. ദ വിൻഡ് ഹൗൾഡ്, നല്ല കാറ്റിങ്ങനെ വീശിയടിച്ചു. ഹൗൾഡ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ ഒക്കെ കരച്ചിലാണ് ഹൗൾ എന്ന് പറയുന്നത്. കാറ്റിങ്ങനെ വീശിയടിക്കുമ്പോൾ ഒരു കുക്കുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാവില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. എ ഹെവി തണ്ടർ ഷുക്ക് ദ ഗ്രൗണ്ട്. ഒരു നല്ല കനത്ത ശക്തമായ ഇടി ഗ്രൗണ്ടിനെ വിറപ്പിച്ചു, പ്രകമ്പനം കൊള്ളിച്ചു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കൗഡ് അലൗഡ്. കാക്ക കരയുന്ന വെച്ചിട്ടില്ലേ, ക്രാ ക്രാ നോക്കിയിട്ട് അങ്ങനെ കരഞ്ഞു. ആര്? ക്രോ. എന്തുകൊണ്ടാ? ഷീ സോ ഹെർ നെസ്റ്റ് സ്വേയിങ് ഇൻ ദ വിൻഡ്. അവളതാ തൻ്റെ കൂടി ഇങ്ങനെ കാറ്റ് താടി ഉലയുന്നത് അവൾ കണ്ടു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. പെട്ടെന്ന് തന്നെ ഉടനെ ആ നെസ്റ്റ് കൂടുണ്ടായിരുന്ന ആ ഒരു കൊമ്പ് ബ്രാഞ്ച് ബ്രോക്ക് പൊട്ടി. ബ്രേക്ക് പൊട്ടുക, ബ്രോക്ക് പൊട്ടി. ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ആ കൂട് താഴേക്ക് വീണു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? ചിക്സിന് എന്താ പറ്റിയിട്ടുണ്ടാവുക? ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. കിയോ കിയോ റോക്കി ഹേർഡ് എ സൗണ്ട്. ഹി സോ. കിയോ കിയോ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് റോക്കി ആ സമയത്ത് കേട്ടു. ഹി സോ ദ ചിക്സ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവൻ ആ കാക്ക കുഞ്ഞുങ്ങൾ താഴെ വീണ് കിടക്കുന്നത് കണ്ടു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേഴ്സ് ദ നെസ്റ്റ്. അവന് അവരെ കണ്ടിട്ട് പിറ്റി, പാവം തോന്നി. ഫെൽറ്റ് പിറ്റി ഫോർ ദം, അവയോട് പാവം തോന്നിയിട്ട് അവൻ ആ കൂടിൻ്റെ അടുത്തേക്ക് നടന്നു. ദ ചിക്സ് വേർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ചിക്സ് എല്ലാം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു മഴയിൽ. കിയോ കിയോ ദെയർ ക്രൈ ബിക്കെയിം ലൗഡർ. ഒന്നും കൂടി ഉറക്കെ അവർ കരയാൻ തുടങ്ങി. ദേ വേർ ഷിവറിങ്. അവർ നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഡോണ്ട് വെറി ഡിയേഴ്സ്, റോക്കി കൺസോൾഡ് ദം. നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ. റോക്കി കൺസോൾഡ് ദം. റോക്കി അവരെ ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ ഹെൽപ്പ് മീ റോക്കി ഹേർഡ് എ ക്രൈ. ആ സമയത്ത് രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം, ഒരു കരച്ചിൽ റോക്കി കേട്ടു. ഹി ടേൺഡ് ടുവേഴ്സ് ദ സൗണ്ട്. അവൻ ആ കരച്ചിൽ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി, തിരിഞ്ഞു. ഹി സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. ആ അമ്മക്കാക്ക ഒരു മരത്തിൻ്റെ ഒരു താഴെ വീണ കൊമ്പിൻ്റെ അടിയിലായിട്ട് പെട്ടിരിക്കുന്നത് അവൻ കണ്ടു. ഹിസ് ഹാർട്ട് മെൽറ്റഡ്. അവൻ്റെ ഹൃദയം വേദനിച്ചു, അല്ലേ, എന്താണ്, സങ്കടം തോന്നി. ഹൃദയഭേദകമായ ആ കാഴ്ച കണ്ട് അവന് അലിവ് തോന്നി. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി വേഗം ആ ഒരു ബ്രാഞ്ച്, മരത്തിൻ്റെ കൊമ്പ് എടുത്തു മാറ്റാൻ നോക്കി. ഇറ്റ് വാസ് ഹെവി. അത് വളരെ ഭാരമുള്ളതായിരുന്നു. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ ആ ഒരു എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് ആ ഒരു കമ്പ് വലിച്ചു മാറ്റാൻ നോക്കി. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവസാനം അവന് ആ ഒരു ബ്രാഞ്ച് എടുത്തു മാറ്റാൻ കഴിഞ്ഞു. ആൻഡ് സേവ് ദ ക്രോ. ആ കാക്കയെ രക്ഷിച്ചു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ്. ആ കാക്കയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹി ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവൾ റോക്കിയെ വളരെ നന്ദിയോടെ നോക്കി. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് എവേ. ശ്രദ്ധിക്കൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി അവിടുന്ന് നടന്നുപോയി. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ ഇൻ റോക്കീസ് പ്ലേസ്? റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവിടെ ചോദ്യം. അപ്പോൾ ഈ ഒരു കഥയിൽ എന്താ മനസ്സിലായതല്ലേ, ആ റോക്കിയുടെ കയ്യിലുണ്ടായ എല്ലും കഷ്ണം തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞ കള്ളക്കാക്കയാണല്ലേ അത്. ആ കാക്ക ഒരു ആപത്തിൽ പെട്ടപ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ റോക്കി എന്ത് ചെയ്തു? അവരെ രക്ഷിച്ചു അല്ലേ. എല്ലാവരും അങ്ങനെ രക്ഷിക്കുമോ? നിങ്ങൾ രക്ഷിക്കൂലേ? അപ്പോൾ റോക്കി ഇവിടെ നല്ലൊരു നായക്കുട്ടിയാണ്. അവന് പകയോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ വെക്കാതെ ആ കാക്കയെ ബുദ്ധിമുട്ടായ സമയത്ത്, ആപത്ത് സമയത്ത് റോക്കി അവരുടെ ജീവൻ രക്ഷിച്ചു. കാക്കയെ മാത്രമല്ല, കാക്കേൻ്റെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചു. അപ്പോൾ നല്ലൊരു കഥയാണ് അല്ലേ, നല്ലൊരു മെസ്സേജാണ് ഈ കഥയിലൂടെ കൊടുക്കുന്നത്. ആപത്തിൽ എല്ലാവരെയും സഹായിക്കണം എന്ന ഒരു സന്ദേശമാണ് ഈ കഥയിലുള്ളത്. വേൾഡ് ഓഫ് വേർഡ്സ്. ബസ് ടു പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് വൈബ്രേറ്റിംഗ് സൗണ്ട്. ബീൻ്റെ എല്ലാം സൗണ്ടില്ലേ, നല്ല എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് ബസ് സൗണ്ട്. ച്യൂ ടു ഗ്രിൻഡ് ഫുഡ് വിത്ത് ടീത്ത്. നമ്മുടെ പല്ലുകൊണ്ട് ചവച്ച് കഴിക്കുന്നതിനെയാണ് ച്യൂ എന്ന് പറയാം. ഡ്രഞ്ച് ടു ബിക്കം വെറ്റ്. നനഞ്ഞു കുതിർന്നതിനെയാണ് ഡ്രഞ്ച് പറയാം. ഫെഡ് അപ്പ് ടയേർഡ് ഫീലിംഗ് എക്സോസ്റ്റഡ്. ഫെഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടയേർഡ്, ക്ഷീണിതനാവുക. ഹാർമണി ലിവിങ് ടുഗെദർ പീസ്ഫുള്ളി. നല്ല സമാധാനത്തോടെ ഒരുമിച്ച് കഴിയുന്നതിനെയാണ് ഹാർമണി എന്ന് പറയാം. ഹാർട്ട് മെൽറ്റഡ് ബിഗാൻ ടു ഫീൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഒരു കാര്യം കണ്ടാൽ നമുക്കിങ്ങനെ മനസ്സിൽ ഒരു എന്താണ് സ്നേഹവും ഒരു അഫെക്ഷനൊക്കെ തോന്നിയാണ് ഹാർട്ട് മെൽറ്റഡ്. ഹൃദയ ഭേദകമായ
എന്നൊക്കെ പറയുന്നത്. ഹിസ് ടു മേക്ക് എ ഷാർപ്പ് സൗണ്ട് ലൈക്ക് സ്നേക്ക്, എന്താണ് ഇങ്ങനെ പാമ്പിൻ്റെ എല്ലാം ചീറ്റുന്ന സൗണ്ട് ഇല്ലേ, അതാണ് ഹിസ്. ഹൗൾ ടു ക്രൈ ലൗഡ്ലി ലൈക്ക് എ വൂൾഫ്, ശരിക്കും പറഞ്ഞാൽ ഈ കുറുക്കനും ചെന്നായൊക്കെ കരയുന്ന സൗണ്ട് ഇല്ലേ, കൂക്കുന്ന സൗണ്ട്, അതാണ് ഹൗൾ. ബട്ട് ഇവിടെ വിൻഡ് ഹൗൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റിങ്ങനെ വീശുന്ന ശബ്ദം, അതാണ് ഉദ്ദേശിച്ചത്. ഇറിറ്റേറ്റ് ടു മേക്ക് സം വൺ ഗെറ്റ് അനോയിഡ്, ഒരാളെ ശല്യപ്പെടുത്തുക എന്നാണ് അർത്ഥം. മോക്ക് ടു മേക്ക് ഫൺ ഓഫ്, ഒരാളെ തമാശ കളിക്കുക, അതിനാണ് മോക്ക് എന്ന് പറയാം, കളിയാക്കുക, പരിഹസിക്കുക. മഞ്ച് ടു ഈറ്റ് വിത്ത് എ ക്രഞ്ചിങ് സൗണ്ട്, മഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം കടിക്കുമ്പോൾ ഇങ്ങനെ ക്രഞ്ചിങ് സൗണ്ട് ഉണ്ടാവില്ലേ, അതാണ് മഞ്ച്. നോട്ടി ടു ബിഹേവ് ഇൻ എ ബാഡ് മാനർ, നോട്ടി എന്ന് പറഞ്ഞാൽ വികൃതി, കുസൃതി, കുറുമ്പ് കാണിക്കുന്നതിനാണ് നോട്ടി എന്ന് പറയാം. സ്ക്രാച്ച് ടു റബ് വിത്ത് ക്ലോസ് ആൻഡ് നെയിൽസ്, ടു റബ് വിത്ത് ക്ലോസ് ഓർ നെയിൽസ്, നഖങ്ങൾ കൊണ്ട് ഇങ്ങനെ മാന്തുന്നതിനാണ് സ്ക്രാച്ച് എന്ന് പറയാം. സ്മാഷ് ടു ക്രഷ് എവറിഥിങ് ഫോഴ്സ്ഫുള്ളി, നല്ല ശക്തി ഉപയോഗിച്ച് ക്രഷ് ചെയ്യുന്നതിനാണ് സ്മാഷ് എന്ന് പറയാം. സ്നാച്ച് ടു ടേക്ക് സംതിങ് ക്വിക്ക്ലി, ഒരാളെ കയ്യിലെ സാധനം തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നതാണ് സ്നാച്ച്. സ്നിഫ് ടു ഇൻഹേൽ ഓഡിബിലി, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ശ്വാസം കഴിക്കുന്നതിനെയാണ് സ്നിഫ് പറയാം. സ്വേ ടു മൂവ് ജെന്റ്ലി ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടും പിറകോട്ടും ഇങ്ങനെ ആടി ഉലയുക, മരവല ആടി ഉലയുന്നതിനാണ് സ്വേ എന്ന് പറയാം. വെൽ അപ്പ് ടു ഫിൽ അപ്പ് വിത്ത് ടീയേഴ്സ്, കണ്ണുനീർ നിറയുന്നതിനാണ് വെൽ അപ്പ് എന്ന് പറയാം. Okay my dears, let's see in the next video. Till then, bye bye and take care.